നമസ്കാരം. ഇസ്രായേലും അമേരിക്കയും കൂടി ആരംഭിച്ച ഇറാൻ യുദ്ധത്തിന് താൽക്കാലിക വിരാമമായി ഒപ്പിട്ട 60 ദിവസത്തെ ധാരണാപത്രം ഓഗസ്റ്റ് 17 തിങ്കളാഴ്ച അവസാനിച്ചു. പക്ഷേ യുദ്ധം വീണ്ടും പൂർണ്ണതോതിൽ പൊട്ടിപ്പുറപ്പെട്ടിട്ടില്ല. സമാധാന ചർച്ചകളോ അതിനുശേഷം പുനരാരംഭിച്ചിട്ടുമില്ല. പകരം ഇരു രാജ്യങ്ങളും പരസ്പരം സമ്മർദ്ദം ചെലുത്തുന്ന ഒരു വിചിത്രമായ ഇടവേളയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ ഏറ്റവും കൗതുകകരമായത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിലപാടാണ്. ധാരണാപത്രം അവസാനിച്ചിട്ടും ട്രംപ് പിന്നോട്ട് പോയിട്ടില്ല, എന്നാൽ ആക്രമിക്കുന്നുമില്ല. ഇറാനോട് കടുത്ത ഭാഷയിൽ നിരന്തരം ഭീഷണിപ്പെടുത്തിക്കൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇറാൻ കീഴടങ്ങണം എന്നാണ് ഒടുവിലത്തെ ആവശ്യം. ഹോർമുസിനെ കുറിച്ച് അമേരിക്കയുടെ നിയന്ത്രണം ഉറപ്പിക്കും എന്ന് പ്രഖ്യാപിക്കുന്നു. അതിലപ്പുറം ഹോർമുസ് കടലിടുക്കിനെ അമേരിക്കയുടെ പുതിയ ഭൂപ്രദേശം എന്ന് അടയാളപ്പെടുത്തിയ ഭൂപടം തന്നെ മൂപ്പര് കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ചു. ഓഗസ്റ്റ് 18 ട്രംപ് വീണ്ടും വ്യക്തമാക്കിയത് അമേരിക്കയും ഇറാനും തമ്മിൽ ഇപ്പോൾ ചർച്ചകളൊന്നും നടക്കുന്നില്ല എന്നും ചർച്ചകൾ നിശ്ചയിച്ചിട്ടില്ല എന്നുമാണ്. ഹോർമുസ് തുറന്നിരിക്കുകയാണെന്നും ഇറാൻ സ്ഥാപിച്ചിരുന്ന മൈനുകൾ നീക്കം ചെയ്തുവെന്നും അമേരിക്കൻ സേന കപ്പൽ ഗതാഗതത്തിന് സുരക്ഷ നൽകുന്നുവെന്നും ട്രംപ് അവകാശപ്പെടുന്നുണ്ട്. ഇത്രയൊക്കെ പ്രതികരണം ട്രംപിന്റെ US-ന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടും ഇറാൻ അസാധാരണ മൗനത്തിലാണ്. ഈ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഒരിക്കലും കാണാത്ത വിധം ഇറാൻ മൗനത്തിലാണ്. പ്രതീക്ഷിച്ചതുപോലെ അമേരിക്കയെ പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള തിരിച്ചടികൾ നടത്തുന്നില്ല. ഇതുവരെയുള്ള നിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയും ആത്മവിശ്വാസത്തോടെ ഇറാൻ മുന്നോട്ട് പോവുകയുമാണ് ഒന്നും മൈൻഡ് ചെയ്യാതെ ചെയ്യുന്നത്. ട്രംപ് ഇറാനെ തുടർച്ചയായി പ്രകോപിപ്പിക്കുമ്പോഴും ഇറാൻ എന്തുകൊണ്ടാണ് ഉടൻ തന്നെ വലിയ തിരിച്ചടി നടത്താത്തത്? അമേരിക്ക പ്രതീക്ഷിക്കാത്ത മറ്റൊരു തന്ത്രത്തിനായി ടെഹ്റാൻ കാത്തിരിക്കുകയാണോ? ആ സംശയം ബലപ്പെടുത്തുന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതാണ് നമ്മൾ ഈ വീഡിയോയിൽ വിശദമായി നോക്കുന്നത്. ഇറാന്റെ ഈ ഉറച്ച ആത്മവിശ്വാസത്തിന് പിന്നിൽ എന്താണ്, അവർ എന്താണ് മനസ്സിൽ കാണുന്നത്? ആദ്യം ട്രംപിന്റെ പ്രകോപനങ്ങൾ നോക്കണം. ട്രംപിന്റെ ഇപ്പോഴത്തെ തന്ത്രത്തിൽ ഹോർമുസിന് അസാധാരണമായ പ്രാധാന്യമുണ്ട്. ഇറാന്റെ മേൽ സാമ്പത്തിക സമ്മർദ്ദം മാത്രം ചെലുത്തുന്നതിൽ നിന്ന് മാറി കടലിടുക്കിന്റെ നിയന്ത്രണം അമേരിക്കയുടെ കൈകളിലാണെന്ന് സ്ഥാപിക്കാനുള്ള രാഷ്ട്രീയ ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. ഹോർമുസ് തുറന്നിരിക്കുകയാണെന്നും സുരക്ഷിതമാണെന്നും അമേരിക്ക പറയുന്നു. എന്നാൽ ഇറാൻ അത് അംഗീകരിക്കുന്നില്ല. ഇപ്പോഴും ഹോർമുസ് തുറന്നു കൊടുക്കില്ല എന്നും ഇറാൻ പരമാധികാരി ആണ്, ഹോർമുസിന്റെ പരമാധികാരിയാണ് എന്നും നിലപാട് ആവർത്തിക്കുകയും ചെയ്യുന്നു. ട്രംപിന്റെ പ്രസ്താവനകൾ കേൾക്കുമ്പോൾ അദ്ദേഹം യുദ്ധത്തിലേക്ക് ഉടൻ പോകാൻ തയ്യാറെടുക്കുകയാണെന്ന് ചിലപ്പോൾ തോന്നിയേക്കാം. എന്നാൽ US-ൽ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഗുരുതരമായൊരു കുരുക്കിലേക്ക് ട്രംപ് വീണ്ടും ചാടില്ല എന്ന് ഉറപ്പുമാണ്. അതേസമയം അമേരിക്കൻ ആധിപത്യം സ്ഥാപിക്കുന്ന ഒരു ആക്രമണമോ നിലപാടോ ഉണ്ടായാൽ അത്ഭുതപ്പെടാനും ഇല്ല. അമേരിക്കൻ സമ്മർദ്ദം പരമാവധി ഉയർത്തി ഇറാനെ ആദ്യം ഇളവിലേക്ക് കൊണ്ടുവരിക, ഇതാണ് ഒരു തന്ത്രം. ഓഗസ്റ്റ് 17 ട്രംപ് ഇറാൻ താൻ ആവശ്യപ്പെടുന്ന തരത്തിലുള്ള കരാറിന് തയ്യാറാകില്ല എന്ന് പറഞ്ഞിരുന്നു. ഇറാൻ ആണവായുധം നേടാതിരിക്കുക എന്നത് ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ പ്രധാന ആവശ്യമാണ്. അതേ ദിവസം ഒമാനെതിരെയും കടുത്ത മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതുകൊണ്ട് ഇതുവരെ ധാരണയുടെ കാലയളവ് തീരുമ്പോൾ US ആക്രമണം തുടങ്ങുന്ന പതിവ് രീതി കാണുന്നില്ല. സമാധാനത്തിനായി ആരായുന്ന നിലപാട് ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് കാണുന്നുണ്ട്. ഇപ്പോഴും ധാരണകളുടെ തീയതി കഴിഞ്ഞിട്ടും ഒരു വെടി പോലും പൊട്ടിയിട്ടുമില്ല. ഇറാൻ അമേരിക്കയുമായി നേരിട്ട് സംസാരിക്കാതിരിക്കുമ്പോഴും നയതന്ത്രത്തിൻ്റെ വാതിലിലേക്ക് തന്നെയാണ് US നോക്കുന്നത്. അപ്പോൾ ഇറാന്റെ മൗനം എന്താണ് പറയുന്നത്? ഇറാൻ തന്ത്രപരമായ നീക്കങ്ങളാണ് നടത്തുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. ഒന്ന്, അങ്ങോട്ടൊരു പ്രകോപനത്തിന് നിൽക്കാതിരിക്കുക. പതിവ് പോലെ ചെറിയ കാരണം പറഞ്ഞ അമേരിക്കയുടെ തിരിച്ചടി എന്ന ആഖ്യാനത്തിന് ഇട നൽകാതിരിക്കുക. ഞങ്ങൾ സമാധാനത്തിന് അവസരം നൽകി, ഇറാനാണ് വീണ്ടും ആക്രമിച്ചത് എന്ന US-ന്റെ ആഖ്യാനത്തിന് ഇരയാകണ്ട എന്ന നിലപാട്. അപ്പോൾ ഗൾഫ് രാജ്യങ്ങളെ അമേരിക്കയുടെ പിന്നിൽ നിർത്താനും യൂറോപ്യൻ രാജ്യങ്ങളെ കൂടുതൽ ശക്തമായി കൂട്ടുപിടിക്കാനും മാധ്യമ നറേറ്റീവ് വഴി ഇറാനെതിരായ പൊതുബോധം ലോകത്തെങ്ങും സൃഷ്ടിക്കാനും ട്രംപിന് എളുപ്പമാകും. അതുകൊണ്ടായിരിക്കാം ഇറാൻ ഇപ്പോൾ കാത്തിരിക്കുക, സമ്മർദ്ദം നിലനിർത്തുക, പക്ഷേ ആദ്യ വെടിയുതിർക്കുന്നവരായി നമ്മൾ മാറരുത് എന്ന തന്ത്രത്തിലേക്ക് എത്തിയത്. ഇനി രണ്ടാമത്തേത്, അമേരിക്ക ആക്രമിച്ചാൽ തിരിച്ചടിക്കാൻ സന്നദ്ധമാണ്, ഒരുക്കമാണ് എന്ന് ബോധ്യപ്പെടുത്തി സമ്മർദ്ദ ശക്തിയായി നിലകൊള്ളുക. നിലവിലെ സാഹചര്യത്തിൽ ആയുധ ശേഖരത്തിൻ്റെ കാര്യത്തിൽ ഇറാന് വലിയ ആലോചന ഇല്ല, അതായത് വലിയ ബുദ്ധിമുട്ടുകളില്ല. കുറവുകൾ നികത്തപ്പെട്ടു. റഷ്യയും ചൈനയും പലവിധ സഹായങ്ങൾ ചെയ്യുന്നുണ്ട് എന്നൊക്കെ വാർത്തകൾ വന്നതാണ്. അതുകൊണ്ട് അടിച്ചാൽ തിരിച്ചടിക്കാൻ കഴിയും. അതുകൊണ്ടുകൂടിയാണ് യുദ്ധം നീണ്ടുപോകട്ടെ, US നേതൃത്വം പഠിക്കട്ടെ, ഇറാൻ അതാണ് ലക്ഷ്യമിടുന്നത് എന്ന് ഇറാൻ നേതൃത്വം തന്നെ വിശദീകരിക്കുന്നത്. ആ സമ്മർദ്ദത്തിലൂടെ കാര്യങ്ങൾ തങ്ങളുടെ വഴിയിലേക്ക് എത്തിക്കുക എന്നാണ് രണ്ടാമത്തേത്. ഇനി മൂന്നാമത്തേതാണ് സുപ്രധാന നീക്കം. അത് US തങ്ങളുടെ അഭിമാനക്ഷതം ഏറ്റ സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ട്രംപിന് സ്വന്തം നാട്ടിലും പുറത്തും വിശ്വാസ്യത നഷ്ടമുണ്ടായി. അമേരിക്കൻ ചരിത്രത്തിൽ സ്വന്തം രാജ്യത്തെ ഇറാനോട് മുട്ടാൻ പോയി നാറ്റിച്ചു എന്ന ദുഷ്പേര് പേറാൻ ട്രംപ് വിധിക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. അതിനെ മറികടക്കാൻ ഒരുപക്ഷെ വലിയ ആക്രമണം നടത്തി, അവസാനത്തൊരു ആക്രമണം നടത്തി യുദ്ധം അവസാനിപ്പിക്കാൻ, അങ്ങനെ ഇറാനെ മുട്ടുകുത്തിച്ചു എന്ന് പറയാൻ US സേന മുതിർന്നേക്കും എന്ന ഭൂതകാല അനുഭവങ്ങളുടെ തുടർച്ചയായിട്ട് ഇവിടെയും അങ്ങനെ ഉണ്ടായേക്കാം എന്നുള്ള വിലയിരുത്തലുകൾ വരുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ അതിലും വലിയ തിരിച്ചടി നൽകാനുള്ള ഒരുക്കം,
അതിന് ഇറാൻ തയ്യാറാവുകയാണത്രേ. ആ ഒരുക്കം ഇറാൻ നടത്തിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. പതിവ് തിരിച്ചടികളിൽ നിന്ന് വ്യത്യസ്തമായി US സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത ചില മറുനീക്കങ്ങൾ അവർ പ്ലാൻ ചെയ്തിരിക്കാം എന്ന വിലയിരുത്തലുകളാണ് വരുന്നത്. തുർക്കിയിൽ നിന്ന് ചരക്ക് ട്രക്കിൽ ഇറാനെ പേടിച്ച് സ്ഥലം വിടേണ്ടി വന്ന ട്രംപിന്റെ അനുഭവം US ഒരിക്കലും മറക്കില്ല. ഇറാൻ സൈനിക, സാങ്കേതിക, വിവര സാങ്കേതിക ശേഷി മികച്ച നിലയിൽ നിലനിൽക്കുന്ന രാജ്യമാണ് ഇപ്പോഴുള്ളതെന്ന് US കരുതുന്നുണ്ട്. മറ്റ് സഹായങ്ങൾ കൂടി കിട്ടിയാൽ പിന്നെ അത് പ്രതീക്ഷിക്കുന്നതിനും അപ്പുറത്തായിരിക്കും. മാത്രമല്ല, ഒന്നും നഷ്ടപ്പെടാനില്ലാത്ത രാജ്യവുമാണ് ഇറാൻ. അവരുടെ പരമോന്നത നേതാവിനെ വരെ കൊന്നു. അപ്പോൾ പിന്നെ എങ്ങനെയും തിരിച്ചടിക്കാൻ അവർക്ക് ശേഷിയുണ്ട്, അല്ലെങ്കിൽ ആത്മവിശ്വാസമുണ്ട്. ശേഷി എത്രത്തോളം ഉണ്ടെന്ന് നമുക്കറിയില്ല. പക്ഷേ അവർക്ക് നിലവിലെ അവസ്ഥയിൽ പ്രതിരോധിച്ച് നിൽക്കാനും അമേരിക്കയുടെ നീക്കങ്ങൾക്കെതിരെ നിലവിലെ സാഹചര്യത്തിൽ തിരിച്ചടിക്കാനുമുള്ള ശേഷിയുണ്ട്. ഈ സാഹചര്യത്തിൽ ഇറാന്റെ നീക്കം US ആശങ്കപ്പെടുത്തുന്നുണ്ട്. അതെങ്ങനെയായിരിക്കും, അവരെങ്ങനെയായിരിക്കും, എന്താണ് അവരുടെ പ്ലാൻ എന്നതാണ് രഹസ്യാന്വേഷണ വിഭാഗം ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം. വ്യോമതാവളങ്ങൾ കൈക്കലാക്കിയിട്ടോ അല്ലെങ്കിൽ നേരിട്ട് US ഞെട്ടിക്കുന്ന ആക്രമണ പദ്ധതികൾ നടപ്പാക്കിയിട്ടോ ഒക്കെ ആകാം എന്നാണ് അവരുടെ നിഗമനം. ആ പദ്ധതി കണ്ടെത്തുകയും അത് തകർക്കുകയും ചെയ്യുക എന്നത് US സംബന്ധിച്ച് നിർണായകവുമാണ്. ഇസ്രായേലും വലിയ ജാഗ്രതയിലാണ്. അവിടെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുമെന്ന സൂചനകളെ ഒക്കെ തുടർന്ന് നെതന്യാഹു വലിയ ക്ഷീണത്തിലാണ്. അതുകൊണ്ട് വലിയ ഇടപെടലുകൾ ഉണ്ടാകും എന്ന് കരുതാൻ പറ്റില്ല ആ ഭാഗത്തുനിന്ന്. US ഈ സാഹചര്യത്തിൽ സമാധാന ചർച്ചകളെ തന്നെ ആശ്രയിക്കുകയും US ദുഷ്പേരില്ലാത്ത പരിഹാരത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുക എന്നതാണ് ഉദ്ദേശിക്കുന്നുണ്ടാവുക. ഇതാണ് ആ സാഹചര്യം. ഇതിനിടയിലേക്കാണ് അമേരിക്കൻ മാധ്യമങ്ങളിൽ മറ്റൊരു പ്രധാന പ്രചരണം ശക്തമായത്. ഇറാൻ ഹോർമുസിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട രാജ്യമായി എന്ന് US മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കടലിടുക്കിൽ US ഇപ്പോഴും മേൽക്കൈ സ്ഥാപിച്ചിരിക്കുന്നു എന്നാണ് CNN ഒടുവിൽ വന്ന റിപ്പോർട്ട്. നിർണായകമായ ജലപാതയുടെ നിയന്ത്രണം ഇറാന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നും കപ്പൽ ഡാറ്റകളെ ഉദ്ധരിച്ച് CNN റിപ്പോർട്ട് ചെയ്തു. കപ്പൽ യാത്രകളെ നിരീക്ഷിക്കുന്ന കെപ്ലർ എന്ന സ്ഥാപനത്തിൻ്റെ കണക്ക് പ്രകാരം കഴിഞ്ഞ 2 ആഴ്ചക്കിടെ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ യാത്രകളിൽ 80%-ലധികവും ഒമാനി പാതയിലൂടെയാണ് പോയത്. ഇറാൻ കടുത്ത എതിർപ്പ് പ്രകടിപ്പിക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ അംഗീകൃത കപ്പൽച്ചാലാണത്രേ ഇത്. US നാവികസേന വാണിജ്യ ടാങ്കറുകളുടെ യാത്രാരേഖകൾ പരിശോധിക്കുകയും അവയ്ക്ക് സുരക്ഷിത പാത ഉറപ്പാക്കുകയും ചെയ്യുന്നുണ്ട് എന്നും CNN പറയുന്നു. ഹോർമുസ് തങ്ങളുടെ നിയന്ത്രണത്തിലാണെന്ന് പ്രഖ്യാപിച്ച ഇറാൻ ഒമാന്റെ വടക്കൻ തീരത്തിലൂടെയുള്ള ജലപാതയിലൂടെ സഞ്ചരിക്കാൻ ശ്രമിച്ച ഡസൻ കണക്കിന് കപ്പലുകളെ നേരത്തെ ആക്രമിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇറാന്റെ മുന്നറിയിപ്പ് അവഗണിച്ച് US നാവികസേനയുടെ സംരക്ഷണത്തോടെ ഭൂരിഭാഗം കപ്പലുകളും ഹോർമുസ് മുറിച്ചു കടക്കാൻ ഈ പാത തിരഞ്ഞെടുക്കുന്നുണ്ടത്രേ. കടലിടുക്കിന്റെ നിയന്ത്രണം ഇറാന് ഭാഗികമായെങ്കിലും നഷ്ടപ്പെട്ടതായി കാണപ്പെടുന്നു എന്നാണ് കെപ്ലറിലെ ക്രൂഡ് ഓയിൽ വിശകലന വിഭാഗം മേധാവി ഹോമായൂൺ ഫലക്ഷാഹി പറയുന്നതായി CNN റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ മാസം മുമ്പ് വരെ ഒമാൻ വഴിയുള്ള കപ്പൽ ഗതാഗതം വളരെ കുറവായിരുന്നു. അതുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇപ്പോൾ നേരെ വിപരീതവുമാണ്. ഇറാൻ ആവശ്യപ്പെടുന്ന പാതയിലൂടെയുള്ള കപ്പൽ ഗതാഗതം കുറഞ്ഞു. ഇറാന്റെ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ അവർ തങ്ങളുടെ ട്രാൻസ്പോർട്ടറുകൾ ഓഫാക്കിയാണ് പല കപ്പലുകളും യാത്ര ചെയ്യുന്നതെന്നും കെപ്ലർ പറയുന്നുണ്ട്. ട്രാക്കിംഗ് സംവിധാനങ്ങളെ കബളിപ്പിച്ചും പരമ്പരാഗത മാർഗങ്ങളിലൂടെ ട്രാക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാക്കിയുമാണ് അത്ര യാത്ര. ഹോർമുസിന്റെ പരിസരത്ത് നിലയുറപ്പിച്ചിട്ടുള്ള അമേരിക്കയുടെ ഗണ്യമായ സൈനിക ശേഷി കടലിടുക്കിലൂടെ കടന്നു പോകുന്ന എല്ലാ കപ്പലുകളെയും നിരീക്ഷിക്കുന്നുമുണ്ട്. യുദ്ധത്തിന് തൊട്ടു മുമ്പുള്ള നിലയ്ക്ക് സമാനമായ രീതിയിൽ എണ്ണ നീക്കം ഹോർമുസിലൂടെ കഴിഞ്ഞയാഴ്ച നടന്നിട്ടുണ്ടെന്നും US അവകാശപ്പെടുന്നു. എന്നാൽ ആ പ്രചരണത്തിൽ ഇറാൻ വീണില്ല. മറുപടി കൊടുക്കാനും തിരിച്ചടിക്കാനും നിന്നില്ല. എന്തുകൊണ്ടാണ്? അതിൽ ചില വസ്തുതകൾ പ്രൊപ്പഗണ്ടയുടെ ഭാഗമാണ്. ആ വാർത്തകളിൽ ചില പ്രശ്നങ്ങളുണ്ട് എന്ന് ഇറാൻ പറയുന്നു. വിശകലനങ്ങളിൽ നിഗമനങ്ങൾക്ക് അടിസ്ഥാനമായി പറയുന്നത് കപ്പലുകൾക്ക് ഒമാന്റെ ഭാഗത്തുകൂടി സഞ്ചരിക്കുന്നു എന്നതടക്കമുള്ള, അതുവഴി നേട്ടമുണ്ടാക്കുന്നു എന്നതടക്കമുള്ള കാര്യമാണ്. അതുകൊണ്ട് ഇറാന് ഹോർമുസിന്റെ നിയന്ത്രണം പൂർണ്ണമായി നഷ്ടപ്പെട്ടു എന്നാണ് അവർ പറയുന്നത്. എന്നാൽ അതുകൊണ്ട് ഇറാന്റെ നിയന്ത്രണം ഹോർമുസിൽ നഷ്ടപ്പെട്ടു എന്ന് പറയാൻ കഴിയില്ല. ഹോർമുസിന്റെ കാര്യത്തിൽ ഭൗമശാസ്ത്രപരമായ സ്ഥാനം തന്നെ ഇറാന് വലിയ മേൽക്കൈ നൽകുന്നു. അതിപ്പോഴും നഷ്ടപ്പെട്ടില്ല. അതിൻ്റെ സാധ്യത വളരെ അകലെയുമാണ്. ഇറാൻ തീരവും ഒമാൻ തീരവും തമ്മിലുള്ള ഇടുങ്ങിയ ഈ കടലിടുക്കിൽ കപ്പൽ ഗതാഗതത്തെ തടസ്സപ്പെടുത്താനുള്ള ശേഷി ഇപ്പോഴും ഇറാനുണ്ട്. അതാണ് അമേരിക്കയെ ആശങ്കപ്പെടുത്തുന്നതും. നിലവിലെ സാഹചര്യത്തിൽ ഇറാൻ തിരിച്ച് ഒന്നും ചെയ്യാത്ത അവസ്ഥയുണ്ട്. ധാരണാപത്രം കഴിഞ്ഞ 17-ാം തീയതി വരെ നിലവിലുണ്ടായിരുന്നു. ഇപ്പോഴും പ്രകോപനത്തിന് നിൽക്കാതെ അവർ മാറുകയുമാണ്. അവർ തീരുമാനിച്ചാൽ ഹോർമുസ് വഴി ഉള്ള നടപടികൾ നീക്കമാവില്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള സാഹചര്യങ്ങളിലുള്ള ആഖ്യാനങ്ങൾ ശരിയല്ല. ഹോർമുസിൻ്റെ ആധിപത്യം ഇറാന് നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. അമേരിക്കയ്ക്ക് ഒരു പാത തുറന്നിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കാൻ വേണമെങ്കിൽ കഴിയും എന്ന് മാത്രം. പക്ഷേ ലോകത്തെ വലിയ കപ്പൽ കമ്പനികൾക്ക് ആ പാത സുരക്ഷിതമാണെന്ന് ബോധ്യപ്പെടുത്താൻ കഴിയണം. അതിന് കഴിയുകയുമില്ല. ഇറാൻ ഒരേ സമയം 2 കളികളാണ് കളിക്കുന്നത് എന്നുള്ളതാണ് വിലയിരുത്തലുകൾ. ഒരു വശത്ത് ഹോർമുസിൽ കപ്പൽ ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തുന്നു, മറുവശത്തിൽ ഒമാനുമായി പുതിയ സംവിധാനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. ഹോർമുസ് പൂർണ്ണമായി അടച്ചാൽ ലോകം മുഴുവൻ ഇറാനെതിരെ തിരിയും. പൂർണ്ണമായി തുറന്നുകൊടുത്താൽ അമേരിക്കയുടെ സമ്മർദ്ദം വിജയിച്ചതായി തോന്നും. അതുകൊണ്ട് ഇടയ്ക്കുള്ള ഒരു സ്ഥിതി നിലനിർത്തുകയാണ് ഇറാനെ സംബന്ധിച്ച്
ഇപ്പോൾ പ്രയോജനകരം. ഹോർമുസ് തുറക്കാം, പക്ഷേ ഇറാന്റെ നിബന്ധനകളിൽ മാത്രം എന്നതാണ് ടെഹ്റാന്റെ ഇപ്പോഴത്തെ തന്ത്രത്തിന്റെ കേന്ദ്രബിന്ദു. ആണവ പ്രശ്നത്തിൽ അമേരിക്ക സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്, സാമ്പത്തിക ഉപരോധം തുടരുന്നുണ്ട്, നാവിക ഉപരോധം തുടരുന്നുണ്ട്, അമേരിക്കൻ സൈനിക സാന്നിധ്യം നിലനിൽക്കുന്നുണ്ട്. ഇറാന്റെ കാഴ്ചപ്പാടിൽ ഇതെല്ലാം അംഗീകരിച്ച് ഹോർമുസ് തുറന്നു കൊടുത്താൽ തങ്ങൾക്ക് ശേഷിക്കുന്ന ഏറ്റവും വലിയ സമ്മർദ്ദ ശക്തി നഷ്ടപ്പെടും. അതുകൊണ്ട് ഇറാന്റെ നിലപാട് ആദ്യം അമേരിക്ക സമ്മർദ്ദം പിൻവലിക്കട്ടെ, അതിനുശേഷം ഹോർമുസിന്റെ വർത്തമാനം ചർച്ച എന്നുള്ളതാണ്. അമേരിക്കയാണെങ്കിൽ ഹോർമുസ് ആദ്യം തുറക്ക്, അതിനുശേഷം സംസാരിക്കാമെന്നാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ട്രംപിന്റെ ഏറ്റവും വലിയ പ്രശ്നവും ട്രംപ് ഉദ്ദേശിക്കുന്ന നിലയിലേക്ക് ഹോർമുസിന്റെ സാഹചര്യം പോകുന്നില്ല എന്നുള്ളതാണ്. അതിന് പകരം അതിനെ മറികടക്കാനുള്ള പ്രൊപ്പഗണ്ട പ്രചരണം ഒരു ഭാഗത്ത് നടക്കുകയും ചെയ്യുന്നു. എന്തായാലും ട്രംപ് ശക്തമായ ഭാഷ ഉപയോഗിച്ച് ഇറാനെ സമ്മർദ്ദത്തിലാക്കുകയാണ്. ഇപ്പോഴത്തെ നീക്കങ്ങളിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, ഇറാൻ ഇപ്പോൾ ട്രംപിന്റെ വാക്കുകൾക്ക് പിന്നാലെ ഓടാൻ ആഗ്രഹിക്കുന്നില്ല. അവിടെ ഉറച്ച നിലപാടുമായി അവർ എന്തും പ്രതീക്ഷിച്ച് നിൽപ്പാണ്. പക്ഷേ US സമാധാനത്തിന്റെ വഴിയിലേക്ക് നീങ്ങുമോ, ട്രംപിന്റെ കുതന്ത്രങ്ങൾ വീണ്ടും അപ്ലൈ ചെയ്യുമോ? ഈ ചോദ്യം പ്രസക്തമാണ്. കാരണം ഇനിയൊരു കടുപ്പിച്ച യുദ്ധത്തിന് US ശേഷിയില്ല. അതുകൊണ്ട് ആത്യന്തികമായി സമാധാനം തന്നെയാണ് അവർക്കും പ്രധാനം. പ്രകോപനങ്ങളിലൊന്നും വീഴാതെ ഇറാൻ ഉറച്ചു നിൽക്കുന്നതിന്റെ പിന്നിലും ആ ആത്മവിശ്വാസമാണ്. ചുരുക്കത്തിൽ ഇറാൻ ഉറച്ച നിലപാടിലാണ്. യുദ്ധം അവസാനിപ്പിക്കണോ, ബോംബിടണോ, വെടിവെക്കണോ എന്നെല്ലാം തീരുമാനിക്കേണ്ടത് പന്തിന് ട്രംപിന്റെ കോട്ടിലാണ്. അത് തീരുമാനിക്കാനുള്ള പരക്കം പാച്ചിലാണ് ട്രംപും സൈന്യവും. ഒടുവിലത്തെ ചിത്രം, സമാധാന കരാറില്ലാത്ത, ഔദ്യോഗിക ധാരണകളില്ലാത്ത ഇറാൻ, സമാധാനത്തിനായി ഈ തീരുമാനം ഉണ്ടാക്കുന്നതിന് വേണ്ടി പരക്കം പായുന്ന ട്രംപ്. ഇതാണ്. സമാധാനം ഉടൻ സംഭവിക്കട്ടെ. നന്ദി, നമസ്കാരം.